ചങ്ങായിമാരെ രാജസ്ഥാനിൽ ഒരു മുസ്ലിം പള്ളി തറക്കം പോയാൽ നമ്മളെ സംഖ്യയുണ്ടല്ല, അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചിട്ടുണ്ടല്ല, ഒരുമിച്ച് കണ്ടം വഴി ഓടിച്ച്. പക്ഷെ ഈ വാർത്തയുണ്ടല്ലോ എന്നത്തെയും പോലെ നമ്മളെ കേരളത്തിലെ മാധ്യമം കിട്ടില്ല, ഈ വാർത്ത എന്നത്തെയും പോലെ കിട്ടിയില്ല കേട്ടോ. ഇനിയും ഇങ്ങനെയുള്ള മനോഹരമായ വാർത്തകൾ ഉണ്ടല്ല, കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ കുളിര് കോരുന്ന മനോഹരമായ വാർത്തകൾ നമ്മളെ കേരളത്തിലെ മാധ്യമം കിട്ടണം കണ്ടില്ല, വലിയ പണിയുണ്ട്. എന്തായാലും സംഘപരിവാറിന്റെ ഭീകരതക്കെതിരെ പോരാടുന്നത് നമ്മളെ മലയാളികൾ മാത്രമല്ല, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് കേട്ടതില് വളരെ സന്തോഷമുണ്ട്. അതായത് ഉത്തരേന്ത്യയിലെ പല സ്ഥലത്തും ഉണ്ടല്ല ഹിന്ദുവും മുസ്ലിമും ഒറ്റക്കെട്ടായിട്ടാ സംഘികളെ കണ്ടം വഴി ഓടിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ മനോഹരമായ അതിമനോഹരമായ വാർത്തയൊന്ന് കേട്ടിട്ട് വന്നാലോ. പള്ളി പൊളിക്കാൻ സമ്മതിക്കില്ല, മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാനും അനുവദിക്കില്ല. മുസ്ലിം പള്ളിയെ ചേർത്തു നിർത്തി ഹൈന്ദവർ നടത്തിയ പ്രതിരോധ കവചത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. രാജസ്ഥാനിലെ സുന്ദര കാഴ്ച. ഇത് ഞങ്ങളുടെ പള്ളിയാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ തകർന്നു പോയത് വർഗീയ ശക്തികളാണ്. രാജസ്ഥാനിൽ നമ്മൾ കണ്ടത് യഥാർത്ഥ ഇന്ത്യയാണ്. സംഘപരിവാർ ലോകത്തിന് മുന്നിൽ പോലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ ഇന്ത്യയുടെ സ്വരമാണ് നമ്മൾ അപ്പോൾ കേട്ടത്. ഭരണകൂട അധികാരത്തിന്റെ ബലത്തിൽ മനുഷ്യർക്കിടയിൽ വിദ്വേഷത്തിന്റെ മതിൽക്കെട്ടുകൾ പണിയാൻ ശ്രമിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ ജനത നൽകുന്ന തിരിച്ചടികൾ ചെറുതൊന്നുമല്ല. വർഗീയതയുടെ വിഷം പുരട്ടിയ അമ്പുകളുമായി സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാനും ഹിന്ദുവും മുസ്ലിമും തമ്മിൽ മതത്തിന്റെ പേരിൽ തല്ലി മരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരുടെ അജണ്ടകൾക്ക് മേൽ മനുഷ്യത്വം വിജയം നേടുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പള്ളികൾ പൊളിച്ച് അമ്പലങ്ങൾ പണിയുന്നതും ഇനി പൊളിക്കാനുള്ള ആരാധനാലയങ്ങളുടെ പട്ടിക തയ്യാറാക്കി വെക്കുന്നതുമെല്ലാം ഈ വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്നാൽ ഈ വിദ്വേഷ വ്യാപാരികളുടെ ബോധമല്ല, മറിച്ച് പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ മതേതരത്വമാണ് ഈ നാടിന്റെ യഥാർത്ഥ കരുത്ത്. തങ്ങൾ ഹിന്ദുക്കളുടെ മാത്രം രക്ഷകരാണ് എന്ന് ചമയുന്നവരുടെ കള്ളത്തരങ്ങൾ സാധാരണക്കാരായ മനുഷ്യർ ഇന്ന് കയ്യോടെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നയങ്ങൾ ഹൈന്ദവ വിശ്വാസങ്ങൾക്കോ സാധാരണക്കാരായ ഹിന്ദുക്കൾക്കോ വേണ്ടിയുള്ളതല്ല, മറിച്ച് തങ്ങളുടെ അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പൊതുസമൂഹം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ജാതിയോ മതമോ നോക്കാതെ മനുഷ്യനായി ഇപ്പോഴും ഒന്നിച്ച് നിലകൊള്ളുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പള്ളി പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. രാജസ്ഥാനിലെ അതിർത്തി മേഖലകളായ ബാർമർ, ജയ്സാമീർ എന്നിവിടങ്ങളിൽ കയ്യേറ്റം ആരോപിച്ച് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കാൻ അധികൃതർ തുനിഞ്ഞപ്പോൾ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഒന്നിച്ചു വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് മേൽ പറഞ്ഞത്. വിഭജന രാഷ്ട്രീയത്തിന് നേരെ ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ തൊടുത്ത ഏറ്റവും മൂർച്ചയേറിയ കൂരമ്പായിരുന്നു ആ പ്രഖ്യാപനം. നൂറ്റാണ്ടുകളായി ഒന്നിച്ചു ജീവിക്കുന്ന തങ്ങളുടെ അയൽക്കാരുടെ ആരാധനാലയം സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ തന്നെ കാവലാളായി മാറിയപ്പോൾ തകർന്നു പോയത് ഫാസിസത്തിന്റെ വലിയൊരു അജണ്ട തന്നെയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൈകോർത്ത് പിടിച്ച് തെരുവിലിറങ്ങിയ ആ കാഴ്ച വർഗീയ ശക്തികൾക്കേറ്റ വമ്പൻ തിരിച്ചടി തന്നെ. ഇത്തരം ചെറുത്തുനിൽപ്പുകൾ രാജസ്ഥാനിൽ മാത്രമല്ല, മധ്യപ്രദേശിന്റെ മണ്ണിലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭോപ്പാലിലും ഇൻഡോറിലും ധാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ആരാധനാലയങ്ങളെ ചൊല്ലി അന്തരീക്ഷം വഷളാക്കാൻ വിദ്വേഷ പ്രചാരകർ ശ്രമിച്ചപ്പോഴൊക്കെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നിച്ചിരുന്ന് സമാധാനം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. റമദാൻ മാസത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്കായി അമ്പലമുറ്റം ഇഫ്താർ വിരുന്നിനായി തുറന്നുകൊടുത്ത ഹൈന്ദവ വിശ്വാസികളും ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമം നടത്താൻ വർഗീയ ശക്തികൾ ശ്രമിച്ചപ്പോൾ കാവലാളായി നിന്ന മുസ്ലിം ചെറുപ്പക്കാരും മധ്യപ്രദേശിന്റെ മണ്ണിൽ മനുഷ്യത്വത്തിന്റെ മാതൃകകൾ തീർത്തവരാണ്. രാജസ്ഥാനിലും സമാനമാണ് കാര്യങ്ങൾ. അധികാരത്തിന്റെ ബലത്തിൽ എത്രയൊക്കെ വിഭജന വരമ്പുകൾ തീർത്താലും ഈ നാടിന്റെ സൗഹാർദ്ദ പാരമ്പര്യത്തെ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ലെന്ന് സാധാരണക്കാരായ മനുഷ്യർ ഇതാ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് ഒരു രാജ്യം പ്രതിസന്ധിയിലാകുന്ന ഈ ഘട്ടത്തിൽ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മതവിദ്വേഷം മാത്രം വിളമ്പുന്നവരുടെ തന്ത്രങ്ങളെ ജനങ്ങൾ പ്രതിരോധിക്കുന്നത് മനുഷ്യത്വം കൊണ്ടാണ്. മനുഷ്യത്വം മതത്തിന് മുകളിലാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇത്തരം കൂട്ടായ്മകൾ തന്നെയാണ് വിദ്വേഷകാലത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഫാസിസ്റ്റുകൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയും. നിങ്ങൾ കണ്ടല്ലോ സംഘപരിവാറുണ്ടല്ല മുസ്ലിം പള്ളി താർക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി ആ സംഘപരിവാറിനെ കണ്ടം വഴി ഓടിക്കുന്ന ഒരുപാട് വാർത്തയുണ്ടല്ലോ, ഒരുപാട് വാർത്ത ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ കേൾക്കുന്ന വാർത്തയുണ്ടല്ല, പള്ളി തകർത്തിട്ട് ശിവലിംഗം തപ്പുന്ന സംഖ്യയിലുണ്ടല്ല, ആ വാർത്തകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നമ്മൾ കേൾക്കുന്നേ ഇല്ല. അതിനുശേഷം അവിടെ നടക്കുന്നതാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഹിന്ദുവും മുസ്ലിം ഒരുമിച്ചിട്ടുണ്ടല്ല ലിംഗം തപ്പം പോയ ആ സംഖ്യയിലുണ്ടല്ല
കണ്ടം വഴി ഓടിക്കുന്ന അവിടുന്ന്. പക്ഷെ നമ്മളെ സംഖ്യകളുണ്ടല്ല, ഇത്തരം വാർത്തകളുണ്ടല്ല, ഇങ്ങെത്താതെ നമ്മളെ കേരളത്തിൽ എത്താതെ ഉണ്ടല്ല, അവിടെ തന്നെ തടയിടുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കണ്ടില്ല ഇതുപോലെ തന്നെ വേറൊരു മനോഹരമായ വാർത്ത കൂടി കാണിച്ചു തരാം. കഴിഞ്ഞ ഒരാഴ്ചയിൽ ജന്തർ മന്ദറിൽ നമ്മളെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടല്ല ₹1 പോലും വാങ്ങാതെ, ആ പ്രക്ഷോഭത്തിന് വരുന്ന യുവാക്കളുണ്ടല്ല, അവർക്ക് ₹1 പോലും വാങ്ങാതെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മുസ്ലിം യുവാവുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് ജുനൈദ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടുണ്ടല്ല UP നിന്നും ഒരു ഹിന്ദു യുവതി എത്തിയ മനോഹരമായ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സുനിത അറോറ എന്നാണ് UP നിന്നും ആ മുസ്ലിം യുവാവിനെ കാണാൻ വന്ന ആ ഹിന്ദു യുവതിയുടെ പേര്. നമുക്കെന്തായാലും സംഖ്യകളെ കുരിപ്പൊട്ടിക്കുന്ന ആ ഒരു മനോഹരമായ വീഡിയോ കൂടി കണ്ടിട്ട് വരാം. വാ. सहारनपुर की आई थी। मैंने कहा कि ये बच्चा बहुत अच्छा इंसान है और ये सबको खाना खिला रहे हैं और बहुत पक्की है और हमारा भाईचारा बना है। भाईचारा जिंदाबाद, भाईचारा जिंदाबाद। बेटा आपके साथ है ना बेटा? कभी और थैंक यू आपने अभिजीत के साथ रहे। अभिजीत को पता है मोहम्मद बहुत अभिजीत को पता है ना। हम आज भी आने में मैं दिल जाऊंगी पर आपने भाईचारा बना के रखना, ठीक है? इस मामले ये आशीर्वाद है आपको, ठीक है? भारत में मुसीबत आई है, मुसलमानों ने पूरा साथ दिया है, राइट? लोग ना बदनाम कर रहे हैं, क्या उनके होने का कुछ नहीं होगा। हम आपके साथ हैं, आप हमारे बच्चे हो, आपको लोकतंत्र बचा के रखना है, चलो बेटा। कभी घबराना नहीं है बेटा, और आपको आशीर्वाद है बहुत कि आपने साथ रखी है, हमारी हिंदू की राज रखी है। और आप ये कहती हूँ കണ്ടല്ലോ, ആ അമ്മയുടെ മുന്നിലുണ്ടല്ല കൈ കൂപ്പിക്കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ജുനൈദും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഇത്ര മനോഹരമായ കാഴ്ചകളുണ്ടല്ല ഉത്തരേന്ത്യയിലും കണ്ടുവരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭമായോണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത എല്ലാവരും സംഖ്യകൾ തീവ്രവാദികളാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് UP നിന്നും, അതായത് യോഗിജി ഭരിക്കുന്ന UP നിന്നുണ്ടല്ല ആ അമ്മ ആ മുസ്ലിം യുവാക്കളെ കാണാൻ വേണ്ടി അവിടത്തേക്ക് ഡൽഹിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ സുനിത അറോറ എന്ന പേരുള്ള ആ അമ്മയുണ്ടല്ല നമ്മൾ ശരിക്കും പറഞ്ഞിട്ടല്ല സെല്യൂട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, നമ്മളെ സംഖ്യകൾ ഇന്നലെ തൊട്ടിട്ടുണ്ടല്ല അടിച്ചു വിടാൻ തുടങ്ങിയിട്ടുണ്ട്. മുഹറം ഘോഷയാത്രയ്ക്കിടെ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട് ഒരു മുസ്ലിം തന്നെ വിഷപദാർത്ഥം നൽകി എന്നുള്ള ഒരു കള്ള വാർത്ത ആ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന സംഖ്യയിലുണ്ടല്ല ആ മുസ്ലിം ഉണ്ടല്ല എക്സ് മുസ്ലിം എന്നുള്ള കാര്യമുണ്ടല്ല മറച്ചു വെച്ചിട്ടാണ് ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്. അതായത് ആ ക്രിമിനൽ ഉണ്ടല്ല മുസ്ലിങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ ക്രിമിനല് നമ്മൾ RP ഹുസൈന്റെ ശിഷ്യനാന്നുള്ള കാര്യമുണ്ടല്ല സംഖ്യകളും ക്രിസംഖ്യകളുണ്ടല്ല അങ്ങ് മറച്ചു വെക്കുന്നത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നതോടുകൂടി ഉണ്ടല്ല നമ്മൾ RP ഹുസൈനെയും കാണുന്നില്ല, സംഖ്യകളെയും കാണുന്നില്ല, എല്ലാം ഉണ്ടല്ല മാളത്തിൽ ഒളിച്ചിട്ടാ ഉള്ളത്. ഇങ്ങനെ എന്തൊക്കെ പച്ചക്കള്ളങ്ങളാണ് ചാണക സംഖ്യകൾ നമ്മൾ RP ഹുസൈനെ കണ്ടില്ല അടിച്ചുവിടുന്നത്. പക്ഷെ ആ പച്ചക്കള്ളങ്ങൾക്കൊന്നുണ്ടല്ല അധികം ആയുസില്ല. അവരത്രയൊക്കെ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടല്ല സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തൊക്കെയായാലും നമ്മളെ കേരളം മാത്രമല്ല, നമ്മളെ സൗത്ത് ഇന്ത്യ മാത്രമല്ല ഉത്തരേന്ത്യ വരെ ഉണ്ടല്ല സംഘപരിവാറിന്റെ ഭീകരക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ല നല്ലൊരു കാര്യമാണ്. ഇനി വോട്ടിംഗ് മെഷീൻ കൂടി മാറ്റിയിട്ടുണ്ടല്ല, ബാലറ്റ് പേപ്പറും കൂടി വന്നിട്ടുണ്ടല്ല സംഖ്യകൾ ഇവിടുന്ന് കണ്ടം വഴി ഓടും. അപ്പൊ രാജസ്ഥാനിൽ മുസ്ലിം പള്ളി തകർക്കാൻ പോയ ചാണക സംഖ്യകളെ കണ്ടം വഴി ഓടിച്ച അവിടുത്തെ ഹിന്ദുക്കൾക്കും അവിടുത്തെ മുസ്ലിങ്ങൾക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.